എല്ലാവർക്കും വേദാന്ത് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും പഠിക്കുകയാണോ? പഠിക്കുന്ന തിരക്കിലാണോ? ടെൻഷനൊക്കെ ഉണ്ടോ? ആർക്കെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ട. എല്ലാം നിങ്ങൾ ഉഷാറായിട്ടിരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയം കൂടി ടെൻഷൻ അടിച്ച് കളയാഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് കെമിക്കൽ കൈനറ്റിക്സിലെ PYQ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് അരീനിയസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻ ഇറ്റ്. അപ്പോൾ അരീനിയസ് ഇക്വേഷൻ എന്താ നമുക്കറിയാം. എന്താണ്? K equal to AE raised to minus EA by RT. അതിലുള്ള ഓരോ ടേംസും എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. K എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്. A എന്താണ്? അരീനിയസ് കോൺസ്റ്റന്റ്. EA എന്താണ്? ആക്ടിവേഷൻ എനർജി. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് T ടെമ്പറേച്ചർ. ക്ലിയർ? ഇതൊക്കെയാണ് നമ്മുടെ അരീനിയസ് ഇക്വേഷനിലെ ഓരോ ടേംസും. ഓക്കെ, and what is the significance of Arrhenius equation? Arrhenius equation സിഗ്നിഫിക്കൻസ് എന്താണ്? Arrhenius equationലൂടെയാണ് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവുന്നത്. ഓക്കെ, അതാണ് എന്ത് Arrhenius equationന്റെ സിഗ്നിഫിക്കൻസും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how half life of first order reaction is related to the rate constant of a reaction? Very important, very famous equation. ആ ചാപ്റ്ററിൽ ഏതാണ്? T half is equal to 0.693 by K. അപ്പോൾ ഇതാണ് T ഹാഫും K തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ക്ലിയർ? T half is equal to 0.693 divided by K. Okay. Next one, the integrated rate equation of first order kinetic reaction is K is equal to 2.303 by T log R0 divided by R. Okay, ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്? എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? എപ്പോഴാണ് നമ്മൾ ഹാഫ് ലൈഫ് എത്തി എന്ന് പറയുന്നത്? എപ്പോഴാണോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ് അതിൻ്റെ എത്രയാണോ ഉള്ളത് അതിൻ്റെ ഹാഫ് ആകുന്ന സമയം. അതാണ് എന്ത്? T ഹാഫ്. നമുക്കറിയാം അല്ലേ? ഓക്കെ, എത്ര റിയാക്റ്റൻസ് നമ്മൾ എടുത്തോ, ഇപ്പോൾ എത്ര റിയാക്റ്റൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്? X amount ഓഫ് റിയാക്റ്റൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷൻ X ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ x/2 ആവുന്ന സമയമാണ് എന്ത്? T ഹാഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിന് ഇതാണ്. ഇനി ഞാൻ പറഞ്ഞു എന്ത്? T ഈക്വൽ ടു T ഹാഫ് ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ R ഈക്വൽ ടു എന്താണ്? R0 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? ഇനി ഞാൻ അത് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ K ഈക്വൽ ടു 2.303 ബൈ T ഹാഫ് log R0 divided by R0 divided by 2. ഇങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുക. കറക്റ്റ് അല്ലേ? ഇത് 2 ആണ് കേട്ടോ. 2. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? R0 ക്യാൻസൽ ചെയ്യും, 2 മേലെ പോവും. അപ്പൊ എന്താവും? log 2 ആവും. log 2ന്റെ വാല്യൂ എത്രയാണ്? 0.3010 ആണ് വാല്യൂ. ഇനി എനിക്ക് എന്ത് എഴുതാൻ പറ്റും? K ഈക്വൽ ടു 2.303 by T half into log 2. log 2ന്റെ വാല്യൂ 0.3010 ആണെന്ന് എനിക്കറിയാം. ആൻഡ് എനിക്ക് എന്താണ് കാണേണ്ടത്? T ഹാഫ് ആണ്. എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ്. അപ്പൊ T ഹാഫ് ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? T ഹാഫ് is equal to എന്താണ്? 2.303 into 0.3010 divided by K. എന്താണത്? 0.693 by K. സിമ്പിൾ ഡെറിവേഷൻ. ഓക്കെ, സിമ്പിൾ ഡെറിവേഷൻ ചെയ്താൽ എത്ര സ്കോർ ചെയ്യാം? 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എല്ലാവരും ഇത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും പഠിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ PYQ ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.